ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. ഇപ്പോൾ ശബ്ദരേഖ കോടതി, സെഷൻസ് കോടതി പരിശോധിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അടച്ചിട്ട കോടതി മുറിയിൽ വാദം തുടരുമ്പോൾ ശബ്ദരേഖ പരിശോധിച്ചിരിക്കുകയാണ് കോടതി. ബലാത്സംഗം, നിർബന്ധിത ഗർഭഛിദ്രം തുടങ്ങിയവയ്ക്കുള്ള തെളിവാണ് SIT റിപ്പോർട്ടായി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ, MLA സ്ഥാനം ഒഴിവാക്കുമോ തുടങ്ങിയ കാര്യങ്ങളിൽ ഇപ്പോൾ പാർട്ടി തീരുമാനം വരാൻ പോകുന്നു. ഹരിമോഹനിലേക്ക് നമുക്കൊന്ന് പോകാം. ഹരിമോഹൻ, സെഷൻസ് കോടതിയിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ ശബ്ദരേഖ പരിശോധിക്കുന്നു എന്നതാണ്. തീർച്ചയായിട്ടും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് ഒന്ന് ശബ്ദരേഖയാണ്. ആ ശബ്ദരേഖ അടച്ചിട്ട കോടതി മുറിയിൽ കോടതി പരിശോധിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ചില വീഡിയോകൾ കൂടിയുണ്ട്. ആ വീഡിയോകൾ കൂടി പരിശോധിക്കുന്നു എന്നുള്ളതാണ് അറിയുന്നത്. അതായത് ശബ്ദരേഖ എന്ന് പറയുന്ന നേരത്തെ യുവതി കൈമാറിയിട്ടുള്ള, അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുള്ള, ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയ അതേ ശബ്ദരേഖകൾ തന്നെ. അതായത് ഒന്നിലധികം ശബ്ദരേഖകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവയിൽ ചിലത് പരിശോധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനോടൊപ്പം തന്നെയാണ് ചില വീഡിയോകൾ കൂടിയുണ്ട്, അതുകൂടി പരിശോധിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ പോലീസ് റിപ്പോർട്ടിൽ പറയുന്ന വളരെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ കൂടി പുറത്തു വരികയാണ്. അതായത് യുവതിയുമായി എങ്ങനെയാണ്, അതിജീവിതയുമായി എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടുപ്പം സ്ഥാപിച്ചത് എന്നുള്ളത് കൃത്യമായി പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു എന്നുള്ളതാണ്. അതായത് യുവതിയുമായി അടുപ്പം സ്ഥാപിക്കുന്നതിന് കാരണമായിട്ടുള്ളത് യുവതിയുടെ ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ, അതായത് ചില കുടുംബ പ്രശ്നങ്ങളിൽ രാഹുൽ ഇടപെടുകയാണ്. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി രാഹുൽ ഇടപെടുന്നു. അതിനുശേഷമാണ് ഇവർ തമ്മിൽ കാര്യമായി അടുപ്പത്തിലാകുന്നത്. ആ അടുപ്പം മുതലെടുത്തുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങളിലേക്കെല്ലാം, കുറ്റകൃത്യങ്ങളിലേക്കെല്ലാം രാഹുൽ കടന്നു.